പുതിയ അധ്യായം, പുതിയ മത്സരവേദി, പുതിയ മത്സരാർത്ഥികൾ. ഹായ്, ഹലോ, നമസ്കാരം. സ്ക്രാച്ച് എമ്മിന്റെ പുതിയൊരു മത്സരകാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് മണ്ണിലാണ് ഇന്ന് മത്സരിക്കാൻ എത്തുന്നത് ദമ്പതികളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട രണ്ടുപേരാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സ്വാഗതം ചെയ്യാം രമേഷ് ആൻഡ് ജിജി. ഹലോ, നമസ്കാരം. യെസ്, ഹായ്. കയറി നിൽക്കൂ കുറച്ച്. നമസ്കാരം പറഞ്ഞില്ലേ, നമസ്തേ വന്നില്ല എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു. പക്ഷെ രണ്ട് ട്രാക്കിലാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് നിൽക്കുന്നത്. അപ്പം രണ്ടും ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെ? രണ്ട് രീതിയിലേക്കാണ് എന്നുള്ളതും. പക്ഷെ നമുക്ക് ഇന്ന് വേണ്ടത് ആരോഗ്യം എന്തായാലും എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും വേണം. പക്ഷെ നമുക്ക് ഇന്ന് ഉത്തരങ്ങൾ ഭംഗിയായിട്ട് ശരിയായി വരിക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമ്മുടെ സ്ക്രാച്ച് എമ്മിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നത്. അപ്പം നിർഭാഗ്യങ്ങൾ വരാതെ കുറവാവട്ടെ, ഭാഗ്യങ്ങൾക്ക് കൂടുതലായി സംഭവിക്കട്ടെ. ആൻഡ് 3 റൗണ്ടുകളിലൂടെ കൂടി നമ്മൾ ഇന്ന് മത്സരിക്കും. റെഡി? സോ അപ്പൊ കുറെ വിശേഷം പറയാനുണ്ട്. റെഡി? സോ പ്ലീസ്. ഭംഗിയായിട്ട് ജീവിതം പോകുന്നു എന്നുള്ള രണ്ടുപേരുടെ അല്ലെ ഒരു നിൽക്കുന്നതിൽ കാണുന്നു. ഭംഗിയായിട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു എന്നുള്ളതുണ്ട്. ആരോഗ്യമായിട്ട് നന്നായി പോകുന്നു എന്നുള്ള കൂടി പറയേണ്ടി തീർച്ചയായിട്ടും ഉണ്ട്. ഒരാളുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമകാലികമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നവമാധ്യമങ്ങളിൽ കുറേ കൂടെ യോഗയ്ക്ക് പ്രാധാന്യം കൂടുതലായി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്, തീർച്ചയായിട്ടും വളരെയധികം ശരിയാണ്. ആ മാറ്റം എത്രത്തോളം ഒരുപാട് പല വിധത്തിലും വളരെ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ യോഗ സെന്റർ ഇട്ടത്. ഗുരു യോഗ സെന്റർ പെരുവമ്പ് പാലക്കാട് വെച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. ഒരുപാട് പേര് 4 വയസ്സ് മുതൽ 87 വയസ്സ് വരെയാണ് എനിക്ക് സ്റ്റുഡൻസ് ഉള്ളത്. പലതരത്തിലുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്, എല്ലാ അസുഖങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസ്, സ്ട്രോക്ക്, ഡിപ്രഷൻ. അപ്പോൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് 200-ൽ കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ നല്ല വിധത്തിലുള്ള റിലാക്സേഷനും എല്ലാം മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അവരെ കൂടെ കൊണ്ടുപോയി ചേർത്ത് നിർത്താൻ ശാരീരികമായിട്ട് ആരോഗ്യത്തെ കുറിച്ച് പറയും, പക്ഷെ മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടി വളരെ എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു സ്റ്റേജാണ് വരുന്നത്. ഒരു എങ്ങനെ ശരിക്കും അതിന്റെ ഒരു ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മുടെ പൊതുജനങ്ങളിൽ പല അസുഖങ്ങളും വരുന്നുണ്ട്. ഡെങ്കിപ്പനി ആയിക്കോട്ടെ, എലിപ്പനി ആയിക്കോട്ടെ, വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രോഗബാധിതരായ ആൾക്കാരെ കണ്ടെത്തി അത്തരം അസുഖം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി പല നടപടികൾ ചെയ്യുന്നു. ഓക്കെ, ഉദാഹരണം ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിൽ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. അതുപോലെ എലിപ്പനി രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിരോധ ഗുളികകളുണ്ട്, അവ ഫീൽഡിൽ എല്ലാവിടെയും വിതരണം ചെയ്യുന്നു. ഇപ്പോൾ വയറിളക്കവും മഞ്ഞപ്പിത്തവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലസുരക്ഷ, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതിന് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം കർശനമായി പരിശോധന നടത്തുക, അതിന് നിയമപരമായ നടപടികളെടുക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. വിശേഷങ്ങൾ ആരോഗ്യത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അല്ലെ എത്ര തന്നെ പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമുക്ക് മത്സരമാണ്. അത് 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോവുക. 3 റൗണ്ടും സിനിമയായി ബന്ധപ്പെട്ടായിരിക്കും. ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം. അതിൽ 2 ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കും. അത് ഗസ് ദ മൂവി റൗണ്ട് ആയിരിക്കും. ആൻഡ് ഫൈനലി നമുക്കൊരു ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ തരിക. ഓക്കെ, അപ്പൊ ടീം വർക്ക് കാണണം, അത് ഫേസ് ടു ഫേസ് വരുമ്പോഴും കാണണം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് പോവാം. അപ്പൊ ഉത്തരങ്ങൾ ശരിയാവുന്നതിന് മുമ്പ് ശരിയായ ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് എടുക്കാം. ഇതിലെ ഭാഗ്യമുണ്ട്, നിർഭാഗ്യങ്ങളുണ്ട്. സോ ഭാഗ്യമായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിശ്വാസം രക്ഷിക്കട്ടെ അല്ലെ. സ്ക്രാച്ച് ചെയ്യാൻ സമയമായിട്ടില്ല. ഉത്തരങ്ങൾ ശരിയാവുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ സ്ക്രാച്ച് ചെയ്യുക. അതുവരെ ആ കാർഡ് ആൻഡ് കോയിൻ അവിടെ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, റെഡിയാണ്? സിനിമകൾ ഇഷ്ടമാണ് പൊതുവെ? ആരോഗ്യത്തിനൊപ്പം വിനോദം കൂടെ അല്ലെ എന്റെ ഒപ്പം എന്നുള്ള രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളത്. 2 പേരെ പരിചയപ്പെട്ടു. വീട്ടിൽ മക്കളാരാ ശരിക്കും ഉള്ളത്? ഫാമിലി മക്കള് 2 പേരെ ഉള്ളത്. മോളിപ്പോ ഡിഗ്രിക്ക് മണ്ണൂത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഫോറസ്ട്രി. മോൻ ഇപ്പൊ 10th സ്റ്റാൻഡേർഡിലേക്ക് ആയിട്ടുണ്ട്, ചിറ്റൂർ പഠിക്കുന്നു. അടിപൊളി. ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. എങ്ങനെ മോനായിട്ട് എങ്ങനെ? ഭയങ്കര കമ്പനി ഫ്രണ്ട്ലി ആണ്, നല്ല ഫ്രണ്ട്ലി. മോനും മോളൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി തന്നെയാണ്. എല്ലാ മാസവും ഞങ്ങളൊരു ഗെറ്റ് എവിടെയെങ്കിലും ഔട്ടിങ് ചെയ്തു പരിപാടികളുണ്ട്. വിനോദം കൂടി ഇതിന്റെ ഒപ്പം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. സോ ആദ്യത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നു. ആൻഡ് നിങ്ങൾക്കുള്ള ചോദ്യം, മക്കളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലെ. മകനായും മകളായും വ്യത്യസ്ത പ്രമേയത്തിലൂടെ മലയാള സിനിമയിൽ നമ്മൾ ഒട്ടേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം,
അച്ഛൻ മകൻ വഴക്ക് പറഞ്ഞ കഥകൾ സംസാരിച്ച 5 മലയാള സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോളൂ. കിരീടം. യെസ്. അടുത്തത് ആ ലാലേട്ടൻ ട്രാക്കിൽ ആലോചിച്ചാൽ തന്നെ കിട്ടും. മകന്റെ അച്ഛൻ. യെസ്. അവിടെ കൂടെ വരാം. നരസിംഹം. റൈറ്റ് ആൻസർ. ഇനി എത്ര? രണ്ടെണ്ണം കൂടെ വരണം. പകുതി സമയം ഓൾറെഡി കഴിഞ്ഞു. സന്ദേശം. ഓക്കെ, ഒന്നുകൂടെ, വൺ മോർ. ഒറ്റ സിനിമ കൂടെ ലാലേട്ടൻ ചിത്രങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ മൊയ്തീൻ. റൈറ്റ് ആൻസർ. ലാലേട്ടൻ ചിത്രങ്ങൾ ചിലപ്പോൾ ആലോചിക്കുമ്പോ ഞാൻ ആദ്യം പ്രതീക്ഷ പേര് സ്ഫടികമൊക്കെയാണ്. ആദ്യത്തെ അവസരം തന്നെ കറക്റ്റ് സ്ക്രാച്ച് ചെയ്യാനുള്ള ശരി ഉത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. റെഡി? സോ എത്രയാണെന്ന് അറിയണ്ടേ? നോക്കാം. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി അല്ലെ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. 300 മൂന്നക്കത്തിലൂടെയാണ് 300 റുപ്പിയിലൂടെ നമ്മൾ തുടങ്ങി വെക്കുകയാണ് അല്ലെ. 6 അവസരങ്ങളുണ്ട്. ഇതിങ്ങനെ ഇരട്ടിയായിട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ പുറകെ വരുന്നുണ്ട്. നേടാൻ പറ്റേണ്ട മാക്സിമം. ഓൾ ദി ബെസ്റ്റ്. യെസ്. അപ്പൊ എന്തായാലും തുടക്കം മോശമായില്ല അല്ലെ. തുടക്കം നന്നായി തന്നെ ഒടുക്കം വരെ ഭംഗിയാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്റെ അടുത്ത ചോദ്യത്തിലേക്കുള്ള ഉത്തരം ശരിയാകുമ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള കാർഡ് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. അപ്പൊ എന്തായാലും ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോവുക ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരിക്കില്ല അല്ലെ. അത് സബ് ഇൻസ്പെക്ടർ ആയിട്ടോ അല്ലെങ്കിൽ പോലീസ് കാക്കി വേഷങ്ങളിലൂടെ ആയിരിക്കും പോവുക. അത്തരത്തിൽ ഒട്ടേറെ താരങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് മികച്ച വേഷങ്ങളിലൂടെ സിനിമകളിലൂടെ ഒക്കെ. സോ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, സുരേഷ് ഗോപി പോലീസ് വേഷങ്ങളിൽ വന്നിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഭരത്ചന്ദ്രൻ IPS, കമ്മീഷണർ. ആ ക്യാരക്ടർ പിടിച്ച് അങ്ങോട്ട് പോവാം അല്ലേ. നരിമാൻ. എല്ലാ താരങ്ങളും കൂടിയപ്പോ കേട്ടില്ല. റൈറ്റ് ആൻസർ. ഒന്നുകൂടെ വേണം. അവസാന 10 സെക്കൻഡ്സിലോട്ട് പോവാണ്. 5 സെക്കൻഡ്സോട് കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് ആലോചിച്ചൊരു പോലീസ് വേഷം കൂടി തരേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് ടീം വർക്ക് എന്നിട്ട് എവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ ആരോഗ്യം പറഞ്ഞാലേ സംസാരിക്കൂ. ആരോഗ്യം പറഞ്ഞാൽ മാത്രം ഒരാൾ സംസാരിക്കും. ചോദ്യം വന്നു കഴിഞ്ഞാൽ ആയിക്കോളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണല്ലോ. സിനിമയുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നോളേജ് വൈഫിനുണ്ട്. അത് കാണാനുണ്ട്. എനിക്ക് എന്തെങ്കിലും കുറച്ച് ഐഡിയ ഇട്ട് കൊടുക്കാനേ പറ്റില്ല. അതിനെ കുറിച്ച് നല്ല കോൺഫിഡന്റ് ആണ്. സപ്പോർട്ടാണല്ലേ ഇവിടെ സപ്പോർട്ടാണ് ഇവിടുത്തെ പറയുമ്പോ അത് എന്ന് പറയുമ്പോ അത് മൈൻഡ് റീഡ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു പക്ഷെ കുറെ പോലീസ് സ്റ്റേഷനെ കണ്ടുകൊണ്ട് മൂവിയുടെ ടൈറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷെ ഇത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് പോവാം. സ്ക്രാച്ച് ചെയ്യാം. റെഡി? യെസ്. അപ്പൊ എന്തായാലും 300 ആണ്. ആ 300 എത്രത്തോളം കൂടുമോ എന്നുള്ളത് അറിയാം. മെല്ലെ ഒന്നുകൂടി സ്ക്രാച്ച് ചെയ്തോളൂ. കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കഴിഞ്ഞു. ഞാൻ മുൻവിധിയോട് കൂടി എടുക്കുന്നതാണ്. 3 അക്കം കണ്ടപ്പോഴേ ചേച്ചി ഉറപ്പിച്ചു ഇതാണ് എമൗണ്ട് കൊണ്ട് നിർത്തിയതായിരുന്നു. സോ 300 ആയിരുന്നു. ഒറ്റയടിക്ക് 4 അക്കം ആയിരുന്നു. മാത്രമല്ല 2500 ആയിരുന്നു. 500 നിർത്തിയതായിരുന്നു. കുറച്ചുകൂടെ സ്ക്രാച്ച് ചെയ്തിട്ട് കൂടിയത് 2000 കൂടിയാണ്. അപ്പൊ ടോട്ടല് 2800 രൂപ. അടിപൊളി. സോ ഫസ്റ്റ് റൗണ്ട് 2 അവസരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അക്കൗണ്ടിൽ ഓൾറെഡി അല്ലെ നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞു. സോ ഇനി 4 അവസരങ്ങൾ കൂടി അല്ലെ എത്ര വേണമെങ്കിലും നേടാം എന്നുള്ളൊരു ട്രാക്ക് ഓൾറെഡി വഴിവെട്ടിയിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇനി എത്ര നേട്ടം എന്ന് അറിയാനുള്ള രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള കാത്തിരിപ്പാണ്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 2 പേരും ചേർന്ന് നേടിയത് 2800 ആണ്. സോ ഫസ്റ്റ് റൗണ്ട് 2 അവസരങ്ങളിലെയും അല്ലെ അത് ചെറിയൊരു വിജയമല്ല, വളരെ വിജയത്തിലേക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ നിങ്ങൾ ഫേസ് ടു ഫേസിലോട്ടായിരിക്കും ഇനി മത്സരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ക്ലൂ നിങ്ങൾ ഒരാളിലൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒപ്പം സമയത്തിന്റെ അനുകൂല്യം എന്നുള്ളത് നേരെ ഇരട്ടിയാവും. 30 സെക്കൻഡ്സ് എന്നുള്ളത് 60 സെക്കൻഡ്സ് ആയിട്ട് 1 മിനിറ്റ് ആയിട്ട് അത് കൂടും എന്നുള്ളതിന്റെ വലിയ ഗുണമുണ്ട്. പക്ഷെ സമയം കളയാതെ നോക്കുക എന്നുള്ളതാണ്. റെഡി? സോ കാർഡ് വേണ്ടേ? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാർഡാണ് അല്ലേ? റൈറ്റ്? അത് ചേട്ടന് വിട്ടുകൊടുത്തു. യെസ്. അപ്പൊ എന്തായാലും കാർഡ് കിട്ടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും കാർഡിലെ എമൗണ്ടുകൾ ഭയങ്കര ഭംഗിയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ ആവശ്യം കുറച്ചുകൂടി കൂടും എന്നല്ലേ എന്നുള്ളത് പറയാതെ വയ്യ. അപ്പൊ ആരാണ് ആദ്യം വരാൻ പോകുന്നത്? അപ്പോ ഇൻസ്പെക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ രമേശന് ഒരു കാർഡ് കൊടുക്കും.
അതിൽ മൂവി ഡയലോഗ് ഉണ്ടായിരിക്കും. സോ ആ ഡയലോഗ് കേൾക്കുമ്പോൾ മൂവി ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. സിമ്പിൾ പരിപാടിയാണ്, ഗസ് ദ മൂവി റൗണ്ട് ആണ്. ഓക്കെ, സോ ആ ഡയലോഗ് പൂർത്തീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഡയലോഗിന്റെ ആദ്യത്തെ വരയിൽ തന്നെ മൂവി കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. റെഡി? സോ ഇവിടെ റെഡിയാണ്. സോ ആ ഡയലോഗ് കേൾക്കുമ്പോൾ പറയാൻ റെഡി ആയിക്കോളൂ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരാൾ അറിയരുത് നിന്റെ കയ്യിൽ ആ താക്കോൽ, ലോക്കറിന്റെ താക്കോൽ ഉണ്ടെന്ന്. അതിന് താക്കോൽ എൻ്റെ കയ്യിലില്ലല്ലോ. എടാ, ആ മരുന്ന് ഡപ്പിക്കുള്ളിൽ നിന്ന് നീ അത് എടുക്കുമല്ലോ. എടുക്കും. പിന്നെ നിന്നോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താടാ? മരുന്ന് ഡപ്പി. അതെ, അതിനകത്ത് തന്നെ ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അല്ലാതെ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. അറിയാനുള്ള ആരായിരുന്നു ഡയലോഗ്? ഡയലോഗ് കൊച്ചിനീഫിയും ജഗദീഷും. യെസ്, റൈറ്റ് ആൻസർ. ആ സീൻ വരെ കറക്റ്റ് ആണ്. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇല്ല, നമുക്ക് ഡയലോഗ് കണ്ടിട്ടില്ല. സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് മെമ്മറിയിൽ ഡയലോഗൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ കാർഡ് തന്നോളൂ, നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. റെഡി? യെസ്. തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഒരു അക്കമല്ല, രണ്ടക്കമല്ല, മൂന്നക്കമല്ല, എത്രയാണ്? 4 അക്കമാണ് എന്നുള്ളതാണ്. 1500 ആണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓൾറെഡി നമുക്ക് അല്ലെ 300 തുടങ്ങിയിട്ടുണ്ടെങ്കിലും 2500 കയറിയിട്ടുണ്ട്. 2800 ആയിട്ട് നിന്നിരുന്നതാണ്. ഇപ്പൊ ഓൾറെഡി 1500 കൂടെ, അപ്പൊ 4300 ആയിട്ട് അല്ലെ ഒറ്റയടിക്ക് കയറി നിൽക്കുന്നതാണ്. ഇത് ധാരാഗ്രാമ കണി കണ്ട്. അടിപൊളി കയറ്റാണ്, അടിപൊളി മത്സരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി അവിടെ നിന്ന ആള് ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്ന ആൾ അങ്ങോട്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. പക്ഷെ അതിന് മുമ്പായി നിങ്ങൾക്കുള്ള കയറ്റങ്ങൾ കയറി പോകുന്ന എമൗണ്ടിലേക്കുള്ള അടുത്ത കാർഡ് കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ കാർഡ് അവിടെ വെച്ചോളൂ. എന്നിട്ട് ചേച്ചി ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പൊ അവിടെ ടെൻഷൻ അവിടെയാണ് അല്ലെ? മൂവി ഡയലോഗ് പറയുന്ന ആൾക്ക് മൂവി കാണണമെന്നൊരു നിർബന്ധമില്ല. കേൾക്കുന്ന ആൾക്കാണ് കൃത്യമായിട്ട് വരണ്ടേ അല്ലെ? അപ്പൊ കൂട്ടത്തിൽ കൂടുതൽ കാണുന്ന ആള് ഇപ്പുറത്താണ്. ഓക്കെ, അപ്പൊ അത് പ്രതികൂല സാഹചര്യം ആവാതിരിക്കട്ടെ, അനുകൂലമാവട്ടെ. മൂവി ഡയലോഗ് വായിച്ചോളൂ. കൊടുക്കാം, പോവാം. ഇൻസ്പെക്ടർ സർ, റെഡി? ഇവിടെ നിന്നല്ല, വേറെ എവിടെയും പോയിട്ടുണ്ട്. റെഡി? സോ 3, 2, 1, here we go. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടി എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കാറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് എന്താണ്ട് ചവർ പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവര് പറയുന്നിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എൻ്റെ തലയിലോട്ട് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചുകൊണ്ട് കുറെ പോലീസുമായിട്ട് അവിടെ കറങ്ങി നടക്കുന്നു. ഇനി അയാളുടെ കണ്ണിൽ പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാരും ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. തന്ത എന്നെ കണ്ടത് മനസ്സിലായി തന്നെ എന്റെ കാലിലൊട്ടും പിന്നെ അവിടുന്ന് തലയും കുത്തി താഴോട്ടും. സമയത്തിലേക്ക് എത്തുകയാണ്. സോ 5, 4, 3, 2, 1. താങ്ക്സ് അപ്പ്. യെസ്. സോ 4 അവസരങ്ങളിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം തെറ്റായി സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തുകയാണ്. ബൈ ചാൻസ് അവിടെയാണ് ചേച്ചി നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഡയലോഗിൽ? കിട്ടുമായിരുന്നു. അത്രയും കണ്ട സിനിമയാണ്. ആണല്ലേ? ആ സിനിമ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചന്ദ്രലേഖ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? ആൽഫി അല്ലേ വിളിച്ച് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള സിനിമ കൂടിയായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് നിർഭാഗ്യം കയറി വന്നിട്ടുണ്ട്. പക്ഷെ നിരാശപ്പെടണ്ട അല്ലെ? ഇനി 2 അവസരങ്ങൾക്ക് എടുക്കുകയാണ്. സോ ഈ കാർഡ് തന്നോളൂ. തിരികെ പോവാം. നിങ്ങൾക്ക് ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കാർഡ് സ്ക്രാച്ച് ചെയ്യണമെന്ന് തീരുമാനം എടുത്താണെങ്കിൽ അതിലത്തെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് വേണോ, അല്ലെങ്കിൽ അതിൽ വലിയൊരു എമൗണ്ട് ആയിരിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത റൗണ്ടിലോട്ട് ആ കാർഡുമായി മുന്നോട്ട് പോകണം. ഏത് ഓപ്ഷൻ വേണം? കാർഡ് റീപ്ലേസ് ചെയ്യണം, പോവാം. അതിൽ വലുതൊന്നും ഇരിക്കുന്നുണ്ട്. ഉത്തരം തെറ്റിയോണ്ട് കാർഡിലെ ഭാഗ്യം വിശ്വസിക്കാതിരിക്കുന്നില്ല അല്ലെ? തീർച്ചയായിട്ടും അടിപൊളി. അപ്പം 4 അവസരങ്ങളിലെ ഗംഭീരമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 അവസരങ്ങളിലൂടെ തന്നെ 4300 രൂപ 2 പേർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 4ാമതൊന്ന് മാത്രമാണ് തെറ്റിപ്പോയത്. പക്ഷെ
ഇനി ഒരു കംബാക്ക് ഉണ്ട് അല്ലെ, ഒരു സൂപ്പർ കംബാക്ക് അവർ നടത്താൻ പോവാണ്. യെസ്, അപ്പൊ ഒരു ബോർഡ് കൂടെ ഉണ്ട് നമുക്കൊപ്പം അല്ലെ. സോ ഇനി 2 അവസരങ്ങൾ. നേരത്തെ വാക്കുകളിലൂടെ ശബ്ദത്തിലൂടെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇനി ശബ്ദങ്ങളില്ല, വരകൾ മാത്രമാണ് വരുന്നത്. നേരത്തെ പോലെ തന്നെ 2 പേരിൽ ഓരോരുത്തരായിട്ട് ഇവിടെ വരും, വരയ്ക്കും, നിങ്ങൾക്കുള്ള ക്ലൂ തരും, ആ ത്രെഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഉത്തരത്തിലോട്ട് പോകുന്നു. ക്ലിയർ ആണ്. അപ്പൊ ഇനി ഞാൻ കാർഡ് തരേണ്ടതില്ല. ലാസ്റ്റ് റൗണ്ടിലെ നിർഭാഗ്യം എന്ന് കരുതിയ കാർഡ് ഭാഗ്യമാക്കി മാറ്റാൻ നിങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ഹോപ്പ് ഉണ്ട്. ഹോപ്പ് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. സോ ആരാദ്യം വരാൻ പോകുന്നു? ആദ്യം പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ, തുള്ളിച്ചാടി വരുന്നുണ്ട്. ഓക്കെ, കൂട്ടത്തിൽ ആരെ വരയ്ക്കാൻ കുറച്ചുകൂടി ഇഷ്ടം ആരൊക്കെ? കറക്റ്റ് ആളാണ് വന്നിട്ടുള്ളത്. റെഡി? സോ മനസ്സിൽ വായിക്കണ്ട, മനസ്സിൽ വെച്ചോ. വെച്ചില്ലേ? മനസ്സിൽ വെച്ചു. നേരത്തെ മൂവി ഡയലോഗ് പറയേണ്ടത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്, പക്ഷെ ഡയലോഗ് പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ നിൽക്കുന്ന ആൾക്കറിയാം, പക്ഷെ അത് പറയിപ്പിക്കേണ്ടത് വരയിലൂടെയാണ്. ക്ലിയർ? ഓക്കെ. സോ 1 മിനിറ്റ് ആണ് സമയം. ആയുധം കയ്യിലെടുത്തോളൂ. ഓക്കെ, റെഡി? ഇനി അവിടെ വര വരും. ആ വര വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണോ അല്ലേ എന്നുള്ളത് ചോദിക്കാം. ആണോ അല്ലേ എന്നുള്ളത് ചോദിക്കാം. ആണ് അല്ല എന്നുള്ളത് മാത്രം പറയാം, വേറെ ഒന്നുമില്ല. എഴുതാൻ പാടില്ല, അക്കങ്ങളോ അക്ഷരങ്ങളോ ബോർഡിൽ പാടില്ല, വര മാത്രം. സോ റെഡി, സെറ്റ്, ഗോ. സംസാരങ്ങളില്ല, വര മാത്രം. അവിടെ സംസാരങ്ങളൊന്നുമില്ല, അതിന്റെ ഒപ്പമുള്ള നരേഷൻ പരിപാടികളില്ല. കൃഷ്ണകുടിയിലെ പ്രണയകാലത്താണോ? അല്ല, നല്ല ശ്രമങ്ങളാണ്. കൃഷ്ണനെ കാണുമ്പോ കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് പോയിട്ടുണ്ട്, പക്ഷെ രമേശ് ചേട്ടൻ വേറെ എന്തോ ബുദ്ധിപരമായ നീക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പോലീസാണോ? സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 1. ഇതിൽ ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടിയിരുന്നില്ലേ? ഫാദർ എന്നുള്ളതാണ് ഞാൻ. എങ്ങനെ ഫാദർ ആയിട്ട്? അല്ല, എന്ത് ഫാദർ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ വെച്ചാൽ എന്റെ മൈൻഡിൽ അതാണ് ഉത്തരം ഗോഡ് ഫാദർ ആണ്. പക്ഷെ ഇത് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നേ? ഇത് കിട്ടുകയാണ് പറഞ്ഞ സ്വാഭാവികം അത് വന്നിരുന്നു എന്നുള്ളത്. അത് കൃഷ്ണനല്ലേ നമുക്ക് ആവശ്യം, കൃഷ്ണൻ വഴി ഗോഡിലേക്ക് എത്തിയാണ്. അതെ, അതിലേക്കുള്ളൊരു പാത്തായിരുന്നു. കള്ളുഷാപ്പിന്റെ വഴി കൂടി വീട്ടിൽ പോവാന്നൊക്കെ പറയണ പോലെ ഇത് കൃഷ്ണന് നിൽക്കാൻ പാടില്ലായിരുന്നു. സാധ്യത പറയൂ. അതെ, വാക്കുകള് ഇല്ല എന്നുള്ള സാധനമാണ്. അല്ല, അല്ലാതെ ഒരു ക്ലൂ അത് പറയും. വരയിൽ നിന്ന് എന്തായിരിക്കും എന്താണ് വരച്ചത്? അപ്പൊ ടഫാണ്. അപ്പൊ വീട്ടിൽ പോയിട്ട് ഒന്നും പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ തിരികെ വരാം. വര കൊണ്ട് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആൻഡ് അഗൈൻ കാർഡ് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം, അതേ ഓപ്ഷനിൽ നിൽക്കുകയാണ്. കീപ്പ് ചെയ്യണോ മാറ്റണോ? കീപ്പ് ചെയ്യാം. കാർഡിൽ ഇരിക്കുകയാണ്. വരയിലാണ് പ്രശ്നം അല്ലെ, കാർഡിലൊരു പ്രശ്നം എന്നുള്ള വിശ്വാസമുണ്ട്. റെഡി? സോ അപ്പൊ കാർഡ് ഇനി ഞാൻ തരേണ്ടതില്ല, പകരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ഇവിടെ ഇൻസ്പെക്ടർ സാർ ഓൾറെഡി അവിടെ എത്തി, ഇനി ഇങ്ങോട്ട് വന്നോളൂ. റെഡി? സോ അപ്പൊ ഏകദേശം റൂട്ട് കിട്ടിയല്ലോ അല്ലെ? കിട്ടി. പിന്നെ അടുത്ത വരയിലേക്കുള്ള പേര് വന്നു കഴിഞ്ഞു. ഗോഡ് ഇറ്റ്. യെസ്. അപ്പൊ മനസ്സിൽ വെച്ചോളൂ, വരയ്ക്കാറായിട്ടില്ല. അനുവദിക്കുന്ന സമയത്തിൽ മാത്രമായിരിക്കും നമ്മൾ തുടങ്ങുക. സോ റെഡി? So 3 2 1, here we go. എന്തോ ബുദ്ധിപരമായിട്ട് നീക്കം ഉണ്ടെന്നുള്ളത് തോന്നുന്നു. ആ ബുദ്ധിപരമായ നീക്കം എന്താണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റട്ടെ, ഉത്തരത്തിലോട്ട് പോകാൻ പറ്റട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്? ആണ്. ഉറപ്പാണോ? ഓക്കെ ആവോ? ആണ്. ആണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. ചിത്രം എന്നൊക്കെ ഉദ്ദേശിച്ചു, കാരണം ഞാൻ മറ്റേ സിമ്പിളാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് വരച്ചിട്ട് വൃത്തികേടാക്കണ്ടെന്ന് വെച്ചിട്ട് മാത്രം ഇത് വരച്ചു. പക്ഷെ സിമ്പിൾ ആണ് വരച്ചെങ്കിലും സിമ്പിൾ ആയിട്ട് കാര്യം നടത്തി എന്നുള്ളതാണ് അല്ലെ. കിട്ടി. ഇപ്പൊ ഏകദേശം റൂട്ട് ഏകദേശം കിട്ടി അല്ലെ എന്നുള്ളത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം റൂട്ട് ഇപ്പൊ അതിന് കൃത്യമായിട്ട് അതന്നെ വരയ്ക്കണം എന്നില്ല, ആ പേരുമായി ബന്ധപ്പെടുത്തുന്ന എന്തും കൂടി എന്നുള്ളത്. പക്ഷെ ഭംഗിയായിട്ട് ഗസ് ചെയ്യും കൂടെ വേണം. വരാന്നുള്ളത് ഇവിടെ മനസ്സിലാക്കണം പറ്റണം, അത് മനസ്സിലാക്കാൻ പറ്റും. ഗോഡ് ഫാദറിനെ എങ്ങനെയും വരയ്ക്കാൻ പക്ഷെ തൊപ്പി വെച്ച ഫാദറിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല. റെഡി? അപ്പൊ അങ്ങനെ 2 ശ്രമങ്ങൾ, പാഴായ ശ്രമങ്ങൾക്ക് ശേഷം വിജയിച്ച ശ്രമത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചാൻസ് കൂടിയായിരുന്നു. സോ നിങ്ങൾക്ക് 4,300 എന്നുള്ളത് ഏറ്റവും മാക്സിമം ആക്കാനുള്ള അവസരമാണ്. അവസാന അവസരത്തിൽ എത്ര മാക്സിമം നേടാൻ പറ്റും എന്നുള്ളത് കൂടെ ഇവിടെ അറിയാം. ഇതിലായിരിക്കും നമ്മൾ ടോട്ടൽ നമ്മൾ നേടിയ എമൗണ്ട് തീരുമാനിക്കുന്നത്. 3 അക്കമാണ് അല്ലെ? 4 അക്കം എന്ന ജൈത്ര യാത്രയ്ക്ക് ശേഷം 3 അക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ 2 അവസരം കിട്ടിയില്ല എന്നുള്ളത് വരുമ്പോൾ നേട്ടമാണ്. 150 ആണ്. നമ്മൾ ഓൾറെഡി നേടിയത് 4,300 ആയിരുന്നു. അപ്പൊ ടോട്ടൽ 4,450 രൂപ. 4,450 നല്ല എമൗണ്ട് ആണ് അല്ലെ? നല്ല ശ്രമങ്ങളായിരുന്നു. ഓക്കെ, അതിലും ഇത് മുഖ്യം പിക്കില്ലേ അല്ലെ? ഓട്ടോമാറ്റിക്കലി ആ കൈ അങ്ങനെ വന്നു തുടക്കത്തിൽ മാത്രമല്ല എപ്പോഴും വന്നു പോകും. 200 പേര് കൊടുക്കുന്നതാണല്ലോ. അതെ, ഇത് വന്നു വീട്ടിലെ ഭയങ്കര തന്നെയാണോ? വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സായേട്ടാ വന്നു അങ്ങനെയാണോ? യെസ്. അപ്പൊ എന്തായാലും നല്ല ശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ. അപ്പൊ എന്തായാലും ക്യാഷ് പ്രൈസ് മാത്രമല്ല, സൺ സൂര്യ കോമഡിയുടെ ഒരു സ്പെഷ്യൽ കുറച്ച് അധികം സമ്മാനങ്ങൾ കൂടി തരാൻ പോവാണ്. തരട്ടെ? റെഡി? രുചിയും അനുഭൂതിയും ഒത്തൊരുമിച്ച സാപ്സി സോഫ്റ്റ് ഡ്രിങ്ക്. കുളിർമയുള്ള ഒരൊറ്റ സിപ്പ് മതി ഫ്രഷ് ആവാൻ വേണ്ടി. സോ നിങ്ങൾ ഇനി ഇവിടെ കൂടെ അത്രയും ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. സാപ്സിയിലൂടെ കൃത്യമായ പാചകം, ഓരോ ദിവസവും പുത്തൻ രുചിക്കൂട്ടിനായിട്ട് ഗുഡ് നെസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിലൂടെ 0 ആഡഡ് ഷുഗർ, 100% നാച്ചുറൽ ആയിട്ടുള്ള കരിക്കിൻ വെള്ളം, മസ്ര ഫ്രഷ്നസിന്റെ ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. അപ്പോൾ ബൂസ്റ്റ് ആവട്ടെ. 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ചേർക്കാത്ത ന്യൂട്രോവിയുടെ ഹെൽത്തി സൊല്യൂഷൻസ് ആണ്. സോ കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. റെഡി? അപ്പൊ എന്തായാലും ആരോഗ്യമായി ബന്ധപ്പെട്ട് വന്നു അല്ലെ? സമ്പന്നമായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ആരോഗ്യം സമ്പന്നവും അല്ലെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. കുറെ പേരിലേക്ക് നിങ്ങളുടെ സന്തോഷം പകരാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. 2 പേർക്കും ഒത്തിരി സന്തോഷം നിങ്ങളോട് വന്നതിലും കാണാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം. അപ്പൊ എന്തായാലും ഇതുപോലെ മത്സരവേദിയിൽ പുതിയ താരങ്ങളായിട്ട് പുതിയ മത്സരങ്ങളായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പൊ അതുവരേക്കും